Welcome to another video of Engineering Geology. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോൾട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോൾട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ്. ബേസ്ഡ് ഓൺ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഡിസ്റപ്റ്റഡ് ബ്ലോക്ക് അലോങ് ദി ഫോൾട്ട് പ്ലെയിൻ. ഇതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ ഫോൾട്ട്, റിവേഴ്സ് ഫോൾട്ട്, സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്, ഹിഞ്ച് ഫോൾട്ട്, ഇതുപോലെ 4 ഫോൾട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഫോൾട്ട് എന്ന് വെച്ചാൽ ഫോൾട്ട് ഇൻ വിച്ച് ഹാങ്ങിങ് വാൾ ഹാസ് അപ്പാരൻ്റ്ലി മൂവ് ഡൗൺ വിത്ത് റെസ്പെക്ട് ടു ഫുട് വാൾ ഈസ് കോൾഡ് നോർമൽ ഫോൾട്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഫുട് വാളിനേക്കാളും ഹാങ്ങിങ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അതിന് കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതിനെ ഫുട് വാളിനേക്കാളും ഹാങ്ങിങ് വാൾ താഴോട്ട് മൂവ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നോർമൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ഫോൾട്ട് satisfies the definition of hanging wall standing at a lower position with respect to the foot wall is called normal fault. സെയിം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹാങ്ങിങ് വാൾ എന്ന് വെച്ചാൽ ഫുട് വാളിനേക്കാളും എന്താണ് ലോവർ പൊസിഷനിൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇങ്ങനെയായിരിക്കും നോർമൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ആദ്യം കാണുന്ന ഫിഗർ എന്ന് വെച്ചാൽ റപ്ചറിന് ഫോൾട്ടിങ്ങിന് മുമ്പുള്ള ഫിഗറാണ്. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഫോൾട്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ്. ഓക്കെ, ഇറ്റ് മേ ബി ഫോളോയിങ് ടൈപ്സ്: ഹോസ്റ്റ് ആൻഡ് ഗ്രേവൻ. ഹോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്റ്റ് when two normal faults appear on either side of a central wedge-shaped elongated block in such a way that the central wedge appears rise and high up with respect to the side. സൈഡിനെ അപേക്ഷിച്ച് സെൻട്രൽ വെഡ്ജ് എന്ത് ചെയ്യും? റൈസ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് പൊങ്ങിയിരിക്കുകയാണ്. ദ ഔട്ട്സ്റ്റാൻഡിങ് സ്ട്രക്ചർ ഈസ് കോൾഡ് എ ഹോസ്റ്റ്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് സ്ട്രക്ചറിനെയാണ് ഹോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിഗർ കാണിച്ചു തരാം. ഫിഗർ കാണുമ്പോൾ കുറേ കൂടെ മനസ്സിലാവും. ഗ്രാബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റിവേഴ്സ് ഓഫ് ഹോസ്റ്റ് ആണ്. അതായത് ഇറ്റ് മേ ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഇലോങ്ങേറ്റഡ് വെഡ് ഷേപ്പ് സെൻട്രൽ ബ്ലോക്ക് വിച്ച് അപ്പിയേഴ്സ് ടു ഹാവ് മൂവ് ഡൗൺവേർഡ് വിത്ത് റെസ്പെക്ട് ടു സൈഡ് ബ്ലോക്ക്. സൈഡ് ബ്ലോക്കിനേക്കാളും ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താണ്? താഴ്ന്നു പോയാൽ അതാണ് ഗ്രേബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ നോർമൽ ഫോൾട്ട് നമ്മൾ താഴെ കാണുന്നതാണ് നോർമൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ഹോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നതിന്, അതായത് പുറത്തോട്ട് പൊങ്ങി ഇരിക്കുന്നതിനാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. താഴോട്ട് പോയതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത്? ഗ്രേബൻസ് എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോൾട്ടാണ്. അതായത് ഫോൾട്ട് ഇൻ വിച്ച് ദി ഫോൾട്ട് പ്ലെയിൻ ഈസ് വെർട്ടിക്കൽ ഓർ നിയർലി സോ ആൻഡ് റിസൾട്ടിംഗ് മൂവ്മെൻറ്റ് ഓഫ് ബ്ലോക്ക് ഈസ് ഓൾസോ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഫോൾട്ടിൻ്റെ ഫോൾട്ട് പ്ലെയിൻ എന്താണ്? വെർട്ടിക്കലായിരിക്കും. ഓക്കെ, ഇതല്ലേ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെർട്ടിക്കലായിരിക്കും. അതുപോലെ എന്താണ്? മൂവ്മെൻറ്റ് പ്ലെയിൻ വെർട്ടിക്കലാണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് വെർട്ടിക്കൽ തന്നെ ആയിരിക്കും, അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് ഫോൾട്ട്. ഫോൾട്ട് ഇൻ വിച്ച് ദി ഹാങ്ങിങ് വാൾ അപ്പിയേഴ്സ് ടു ഹാവ് മൂവ് അപ്പ് വിത്ത് റെസ്പെക്ട് ടു ഫുട് വാൾ. ഹാങ്ങിങ് വാൾ മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പ് ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി ആയിരിക്കും റിവേഴ്സ് ഫോൾട്ട് എന്ന് പറയുന്നത്. ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഡിപ്പ് ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി. അതായത് ഡിപ്പ് ലെസ് ദാൻ 45 ഡിഗ്രിയും ആയിരിക്കും, 10 ഡിഗ്രീനേക്കാളും കൂടുതലും ആയിരിക്കും. ഓക്കെ, അതാണ് ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓവർ ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പ് ലെസ് ദാൻ 10 ഡിഗ്രി. 10 ഡിഗ്രി കുറഞ്ഞ ഡിപ്പ് ഉള്ളതിനെ നമ്മൾ ഓവർ ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറയും. ഓക്കെ, റിവേഴ്സ് ഫോൾട്ടിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. Fault in which faulted block have been moved against each other in an
essentially horizontal direction. ഓക്കെ, അപ്പോൾ ദ ഫോൾട്ട് പ്ലെയിൻ ഈസ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. ഫോൾട്ട് പ്ലെയിൻ വെർട്ടിക്കൽ ആയിരിക്കും. ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് ഫോൾട്ടിൻ്റെ എന്താണ് ബ്ലോക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും. അതിനെന്തെന്ന് പറയും നമ്മൾ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയും. ഓക്കെ, ബിഫോർ ഫോൾട്ടിങ്ങും ആഫ്റ്റർ ഫോൾട്ടിങ്ങുമാണ് എയിലും ബിയിലും ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സി ഫിഗറിൽ എന്താണ് അതിൻ്റെ പ്ലെയിൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പ്ലെയിൻ എങ്ങനെയായിരിക്കും ഫോൾട്ട് പ്ലെയിൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഹിഞ്ച് ഫോൾട്ട് എന്താ നോക്കാം. ദീസ് ആർ ഓൾസോ കോൾഡ് പിവറ്റൽ ഓർ റൊട്ടേഷണൽ ഫോൾട്ട്. ഹിഞ്ച് ഫോൾട്ട് നമ്മൾ പിവറ്റൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോൾട്ട്സ് എന്നും പറയാറുണ്ട്. ഹിയർ മൂവ്മെൻറ്റ് ഓഫ് ബ്ലോക്ക് ഈസ് റൊട്ടേഷണൽ റാദർ ദാൻ ട്രാൻസ്ലേഷണൽ about a point called hinge point. ഹിഞ്ച് പോയിന്റിൽ എന്താണ് റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിരിക്കും. ഈ ബ്ലോക്ക് റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിരിക്കും റോക്കിന് ഉള്ളത്. അതിനെയാണ് നമ്മൾ ഹിഞ്ച് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫോൾട്ട്. ഫോൾട്ടിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ, സ്ട്രൈക്ക് ഫോൾട്ട്. ഫോൾട്ട് ദാറ്റ് ഡെവലപ്പ് പാരലൽ ടു ദി സ്ട്രൈക്ക് ഓഫ് ദി സ്ട്രാറ്റ. ദാറ്റ് ഈസ് സ്ട്രൈക്ക് ഓഫ് ദി ഫോൾട്ട് ആൻഡ് ലെയർ ആർ പാരലൽ. ഫോൾട്ടിൻ്റെ സ്ട്രൈക്കും അതുപോലെ ആ ലെയറും എന്താണ് പാരലൽ ആയിരിക്കും. അതിനെ നമ്മൾ സ്ട്രൈക്ക് ഫോൾട്ട് എന്ന് പറയും. ദെൻ ഡിപ്പ് ഫോൾട്ട് എന്ന് വെച്ചാൽ ഫോൾട്ട് ദാറ്റ് ഡെവലപ്പ് പാരലൽ ടു ദി ഡിപ്പ് ഓഫ് ദി സ്ട്രാറ്റ. എന്താണ് ആ ലെയറിൻ്റെ ഡിപ്പിന് പാരലായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ ഡിപ്പ് ഫോൾട്ട് എന്ന് പറയും. ഈ ഒബ്ലിക് ഫോൾട്ട്, ഓൾസോ കോൾഡ് ഡയഗണൽ ഫോൾട്ട്. ഹിയർ ഫോൾട്ട് സ്ട്രൈക്ക് മീൻസ് മേക്സ് ആൻ ഒബ്ലിക് ആംഗിൾ വിത്ത് ദി സ്ട്രൈക്ക് ഓഫ് ദി റോക്ക്. റോക്കിൻ്റെ സ്ട്രൈക്കുമായിട്ട് ഒരു ഒബ്ലിക് ആംഗിൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്താ ഒബ്ലിക് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ 3 ഫോൾട്ടിൻ്റെയും ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ട്രൈക്കുമായിട്ടും ഡിപ്പുമായിട്ടും അതുപോലെ ഒബ്ലിക്കായിട്ടും എന്താണ് ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ലിപ്പ്. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് ആദ്യത്തത്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഇൻ വിച്ച് ദ നെറ്റ് സ്ലിപ്പ് ഈസ് പാരലൽ ടു സ്ട്രൈക്ക് ഓഫ് ദി ഫോൾട്ട്. ഫോൾട്ടിൻ്റെ സ്ട്രൈക്കിന് പാരലലായിട്ടാണ് നെറ്റ് സ്ലിപ്പ് എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയും. ഓക്കെ, സ്ലിപ്പ് അലോങ് ദി സിപ്പ് ഈസ് ഓൾമോസ്റ്റ് ആബ്സെൻറ്റ്. ഓക്കെ, ഇവിടെ റേക്ക് എന്ന് പറയുന്നത് എന്താണ് 0 ഡിഗ്രി ആയിരിക്കും. ഇനി ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ട്. ഫോൾട്ട് ഇൻ വിച്ച് ദി നെറ്റ് സ്ലിപ്പ് ഹാസ് ടേക്കൺ പ്ലേസ് പാരലൽ ടു ഡിപ്പ് ഓഫ് ദി ഫോൾട്ട്. ഫോൾട്ടിന് പാരലലായിട്ടാണ് ഫോൾട്ടെങ്കിൽ എന്തെന്ന് നെറ്റ് സ്ലിപ്പെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും അതിന് ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയും. ഇതിന് നമ്മൾ ഓൾസോ കോൾഡ് ആസ് നോർമൽ ഡിപ്പ് ഫോൾട്ട്. ഇവിടെ റേക്ക് എന്ന് പറയുന്നത് എത്രയാണ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്ലിക് സ്ലിപ്പ് ഫോൾട്ട്. Fault in which direction of net slip is neither parallel to the dip of the fault nor to strike of the fault. ഡിപ്പിനും പാരലൽ ആയിരിക്കില്ല, അതുപോലെ സ്ട്രൈക്കിനും പാരലൽ ആയിരിക്കില്ല. ബട്ട് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത്. രണ്ടിനും എന്താണ് ഇൻക്ലൈൻഡ് പൊസിഷനിലായിരിക്കും. അതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഒബ്ലിക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയും. ഓക്കെ, 0 ഡിഗ്രി ലെസ് ദാൻ റേക്ക് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഒക്കറൻസ്. ഒക്കറൻസിൻ്റെ ബേസിൽ നമ്മൾ പാരലൽ ഫോൾട്ട്, എക്ലോൺ ഫോൾട്ട്, അതുപോലെ പെരിഫറൽ ഫോൾട്ട്, റേഡിയൽ ഫോൾട്ട് എന്ന് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ 4 ടൈപ്പിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ എഞ്ചിനീയറിംഗ് കൺസിഡറേഷൻ ഓഫ് ഫോൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. Faulted rocks will form weak foundation and abutment for dam. Shear and fault zone will serve as easy pathway of water and cause leakage. ഓക്കെ, അപ്പോൾ ഡാംസിനും റിസർവോയറിൻ്റെയൊക്കെ ഫൗണ്ടേഷനെ വീക്കാക്കും. അതേസമയം എന്താണ് ലീക്കേജും അവിടെ ഉണ്ടാക്കും. ഫോൾട്ട് ഉണ്ടെങ്കിൽ ലീക്കേജും അതുപോലെ വീക്ക് ഫൗണ്ടേഷനും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ഫോൾട്ട് ബിക്കം ദി സോഴ്സ് ഓഫ് ഗ്രേറ്റ് ട്രബിൾ വെൻ എൻകൗണ്ടേർഡ് അലോങ് ഓർ അക്രോസ് ഹൈവേ ആൻഡ് ടണൽ അലൈൻമെൻറ്റ്. ഹൈവേസിലും ടണൽസിലൊക്കെ എന്താണ് ഈ ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കൂടുതൽ അവിടുത്തെ എന്താണ് കൂടുതൽ അവിടെ സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അടുത്ത എന്താണ് വെൻ ഫോൾട്ട് സോൺ ഓർ
surface become lubricated with water, they become potential area for further slip slides. Okay, next എന്താണ്, they may create critical conditions if they happen to occur within the foundation or abutment zone of dams and reservoir. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, വാൾസ് ഓഫ് ടണൽസിൻ്റെ വാൾസിലോ അല്ലെങ്കിൽ റൂഫിലോ അല്ലെങ്കിൽ എന്താ ഡാംസിൻ്റെ റിസർവോയേഴ്സിൻ്റെയൊക്കെ ഫൗണ്ടേഷനിലോ അത് വരികയാണെങ്കിൽ, അതായത് ഫോൾട്ട് വരികയാണെങ്കിൽ എന്താണ്, ക്രിട്ടിക്കൽ കണ്ടീഷൻ അവിടെ ഉണ്ടാക്കും. സോ അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അൺസേഫ് ആണ്. The civil engineer has to ascertain for the presence of fault, the type and extent, and also obtain throughout report from an engineering geologist of the effect and cause. ഓക്കെ, റോക്സിൽ എന്താണ് ഫോൾട്ട് വരികയാണെങ്കിൽ നമ്മളെ പ്രോജക്റ്റ് ഏരിയയെ അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയർ എന്ത് ചെയ്യണം, ഫോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ജിയോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് എന്താണ്, ഫോൾട്ടൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് സൈറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് അവേ ഫ്രം ദി ഫോൾട്ടഡ് റീജിയൻ. ഫോൾട്ടഡ് റീജിയന് ഒരുപാട് ദൂരെ ആയിരിക്കണം നമ്മുടെ പ്രപ്പോസ്ഡ് സൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അടുത്തൊന്നും ഫോൾട്ടഡ് റീജിയൻസ് ഒന്നും കാണാൻ പാടില്ല. നമുക്ക് ഇതുപോലെ ഫോൾട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സൊല്യൂഷനായിട്ട് സിമെൻറ്റ് ഗ്രൗട്ടിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീസ്മിക് റീജിയൻസ് ആർ സസെപ്റ്റബിൾ ടു ഫോൾട്ടിങ്. സീസ്മിക് റീജിയൻസിൽ ഫോൾട്ടിങ് കൂടുതൽ എന്താണ്, ഫോൾട്ടിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സീസ്മിക് റീജിയൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.